സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ ഇന്ത്യ സഖ്യ സാധ്യത തെളിയുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലെത്തിയ BJPക്കെതിരെ സഖ്യത്തിൽ മത്സരിച്ച് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കാനാണ് LDF-UDF ധാരണ. ഇന്ന് നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പരസ്യമായ അവിശുദ്ധ സഖ്യം വെളിച്ചത്ത് വരികയാണെന്ന് BJP കുറ്റപ്പെടുത്തി. മുനിസിപ്പാലിറ്റികളിലെ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, വിദ്യാഭ്യാസ, കലാകായിക കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ മുന്നണി മറന്നിരിക്കുന്നത്. 45 വർഷത്തെ ഇടതുകോട്ട തകർത്ത് BJP അധികാരത്തിലെത്തിയ തൃപ്പൂണിത്തുറയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം പിൻവലിഞ്ഞ ഇന്ത്യ മുന്നണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ട് യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ്. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് LDF-UDFന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും BJPയുടെ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മുന്നണികളും കൂടിയും തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഭരണ അസ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കൂട്ടുകെട്ട്, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് തൃപ്പൂണിത്തുറ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് നടക്കുന്ന സ്റ്റാൻഡിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് ജനവിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം തൃപ്പൂണിത്തുറയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് സമാനമായി 2015-ലും 2020 കാലഘട്ടത്തിലും നടന്നിരുന്നു. 6 സ്റ്റാൻഡിംഗ് കൗൺസിലുകളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബാക്കി 5 സ്റ്റാൻഡിംഗ് കൗൺസിലുകളും വീതം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അണിയറയിൽ പ്രവർത്തനം സജീവമാണ്. 3-2 എന്നുള്ള രീതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലുകൾ വീതിച്ചെടുത്ത് ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനും തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, മരാമത്ത് കാര്യം, വിദ്യാഭ്യാസ, കലാകായിക കാര്യം എന്നിങ്ങനെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കോർപ്പറേഷനുകളിൽ ധനകാര്യം, വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, മരാമത്ത് കാര്യം, നഗരാസൂത്രണ കാര്യം, നികുതി അപ്പീൽ കാര്യം, വിദ്യാഭ്യാസ, കായിക കാര്യം എന്നിങ്ങനെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമാണുള്ളത്. ഇതിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും. ജനം, കൊച്ചി.